പ്രിയ പ്രേക്ഷകരെ, മിനിമലിസത്തെക്കുറിച്ചുള്ള മറ്റൊരു ചർച്ചയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ വിശദീകരിക്കുന്നത്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ പങ്കുവെച്ച ഈ വിഷയത്തിലേക്ക് സ്വാഗതം. മിനിമലിസം ഈ വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? അലമാര ഒതുക്കുന്നതിനെക്കുറിച്ചും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ. എന്നാൽ ഇതിൽ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ഭൗതികമായ വസ്തുക്കൾ കുറയ്ക്കുന്നത് പോലെ അത്ര എളുപ്പമാണോ നമ്മുടെ മനസ്സിലെയും നമ്മുടെ ഈ ഡിജിറ്റൽ ജീവിതത്തിലെയും ഭാരം കുറയ്ക്കുന്നത്? കൂടുതൽ നേടുന്നതൊരു വിജയമായി കാണുന്ന ഈ ലോകത്ത് കുറച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോകാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം മിനിമലിസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ അത് ശൂന്യതയെക്കുറിച്ചാണ് എന്നതാണ്. വെളുത്ത ചുവരുകളുള്ള മുറികൾ, അല്ലെങ്കിൽ 100-ൽ താഴെ വസ്തുക്കൾ, അങ്ങനെയുള്ള ഒരുതരം കർശനമായ നിയമങ്ങളല്ല ഇത്. മറിച്ച് ഇതൊരുതരം വ്യക്തതയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മളറിയാതെ ഒരു ഭാരം ഇങ്ങനെ പേറുന്നുണ്ട്. നിങ്ങളതിനെ അദൃശ്യമായ ഭാരമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനവും നമ്മുടെ ശ്രദ്ധ ചോദിക്കുന്നുണ്ട്. അതിന് പരിപാലനം വേണം. നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ ജോലിയും നമ്മുടെ സമയമെടുക്കുന്നു. ഫോണിലേക്ക് വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ഏകാഗ്രതയെ മുറിക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് ഈ പറയുന്ന അദൃശ്യമായ ഭാരമുണ്ടാകുന്നത്. അദൃശ്യമായ ഭാരം എന്ന ആശയം അത് ശരിക്കും കൊള്ളാം. കാരണം ഭൗതികമായ ഭാരം നമുക്ക് കാണാം, അളക്കാം. പക്ഷെ ഈ മാനസികമായ ഭാരം അങ്ങനെയല്ലല്ലോ. അത് നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ടെന്ന് പോലും പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ആശയത്തിന്റെ ഒരു കാതൽ? കുറച്ച് സാധനങ്ങൾ വെക്കുക എന്നതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ നിർവചിക്കാൻ കഴിയുക? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് ശരിക്കും മൂല്യം നൽകുന്ന കാര്യങ്ങളില്ലേ, അതിനുവേണ്ടി ജീവിതത്തിൽ ഒരു ഇടം കണ്ടെത്തുക. അതാണ് മിനിമലിസം. അനാവശ്യമായവയെ നമ്മൾ ബോധപൂർവം ഒഴിവാക്കുമ്പോൾ ബാക്കിയുള്ളവയ്ക്കൊരു തിളക്കം കൂടും. ഇതിൽ പറയുന്നൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ പുസ്തക ഷെൽഫിൽ വായിക്കാത്ത, ഇനി ഒരുപക്ഷെ വായിക്കാൻ സാധ്യതയില്ലാത്ത 100 പുസ്തകങ്ങളുണ്ടെന്ന് വെറുതെ കരുതുക. അവ അവിടെ വെറുതെ പൊടി പിടിച്ച് നമ്മുടെ ശ്രദ്ധയെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും വായിക്കണമല്ലോ എന്നൊരു കുറ്റബോധവും തരുന്നുണ്ടാവാം. തീർച്ചയായും ആ കുറ്റബോധം എനിക്ക് നല്ല പരിചയമുണ്ട്. അതേസമയം നിങ്ങളെ ഒരുപാട് സ്വാധീനിച്ച, വീണ്ടും വായിക്കാൻ തോന്നുന്ന ഒരു 10 പുസ്തകങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ ഷെൽഫിൽ വെച്ചാലോ? ആ 10 പുസ്തകങ്ങൾക്ക് പെട്ടെന്ന് പ്രാധാന്യം കൂടും. ആ ഷെൽഫിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. അവിടെയൊരു ശൂന്യതയല്ല, മറിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു ശേഖരമാണ് കാണുന്നത്. ആ ഒരു തിരഞ്ഞെടുപ്പാണ് മിനിമലിസം. ഇത് വസ്തുക്കളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ചിന്തകളിലേക്കും ശീലങ്ങളിലേക്കും, എന്തിന് നമ്മുടെ ബന്ധങ്ങളിലേക്ക് വരെ ഇത് വ്യാപിക്കും. അപ്പോ ഇതൊരു തരം അരിപ്പ് പോലെയാണ്. ജീവിതത്തിലേക്ക് വരുന്ന ഓരോന്നിനെയും അരിച്ചെടുത്ത് ഏറ്റവും സത്തുള്ളതിനെ മാത്രം നിലനിർത്തുന്ന ഒരു പ്രക്രിയ. പക്ഷേ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്ത് നിലനിർത്തണം, എന്ത് ഉപേക്ഷിക്കണം, അതെങ്ങനെ തീരുമാനിക്കും? പല വസ്തുക്കളോടും നമുക്കൊരു വൈകാരികമായ അടുപ്പമുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഭാവിയിൽ ആവശ്യം വന്നാലോ എന്ന് കരുതി നമ്മൾ പലതും സൂക്ഷിച്ചുവെക്കും. ഇതിനൊരു പ്രായോഗികമായ വഴി എന്തെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ? ഉണ്ട്. അടവ് വളരെ ലളിതമാണ്. പക്ഷേ ഭയങ്കര ശക്തമായ 3 ചോദ്യങ്ങൾ ഒരു അലിപ്പയായി ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഏതൊരു വസ്തുവിനെയും, അല്ലെങ്കിൽ ഒരു ശീലത്തെ, എന്തിനേയുമാകട്ടെ, ഈ 3 ചോദ്യങ്ങളിലൂടെ ഒന്ന് കടത്തിവിടുക. ഒന്നാമത്തെ ചോദ്യം, എനിക്കിത് ആവശ്യമുണ്ടോ? അതായത്, ഡു ഐ നീഡ് ദിസ്? ഇത് അതിജീവനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന ജീവിത സൗകര്യത്തിനോ അത്യാവശ്യമാണോ? രണ്ടാമത്തെ ചോദ്യം, ഇതെനിക്ക് ഉപകാരപ്പെടുവോ? ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഇതെന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രായോഗികമായ മൂല്യം തരുന്നുണ്ടോ? എന്റെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ടോ? പിന്നെ മൂന്നാമത്തേത്, ഇതെനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ? ഡസ് ഇറ്റ് ബ്രിങ് മീ ജോയ്? മൂന്നാമത്തെ ചോദ്യം അത് കാര്യങ്ങളെ കുറച്ചുകൂടി ഒരു പേഴ്സണൽ ആക്കുന്നുണ്ടല്ലേ? കാരണം ആദ്യത്തെ 2 പ്രായോഗികതയാണ്. പക്ഷെ സന്തോഷം എന്നത് അത് ഓരോരുത്തർക്കും ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. ഒരു പഴയ ഫോട്ടോ ആൽബം ഒരു പക്ഷേ എനിക്ക് പ്രായോഗികമായി ഒരു ഉപയോഗവും ഇല്ലാത്ത ഒന്നാവാം. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതിനെന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്. അതേസമയം ഇന്നലെ സന്തോഷം നൽകിയ ഒന്ന് ഇന്നൊരു ഭാരമായി തോന്നാനും സാധ്യതയുണ്ട്. വളരെ ശരിയാണ്. അവിടെയാണ് ഈ പ്രക്രിയയുടെ ഒരു ഭംഗി. ഇതൊരു ഒറ്റത്തവണ തീർക്കുന്ന പണിയല്ല, മറിച്ച് ഇത് നിരന്തരമായ ഒരു പുനർവിചിന്തനമാണ്.
ആ പഴയ ഫോട്ടോ ആൽബം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇതിൽ പറയുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരാള് തന്റെ ഗ്യാരേജ് വൃത്തിയാക്കുമ്പോൾ വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഒരു ട്രെഡ്മിൽ കണ്ടു. ഭാവിയിൽ വ്യായാമം ചെയ്യണമെന്ന് കരുതി വാങ്ങിവെച്ചതാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ല എന്നായിരുന്നു. ഇതെനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, ആ ട്രെഡ്മിൽ കാണുമ്പോഴെല്ലാം വ്യായാമം ചെയ്യാത്തതിലുള്ള ഒരു കുറ്റബോധം മാത്രമാണ് മനസ്സിൽ വരുന്നത്. അത് സന്തോഷമല്ല, അതൊരുതരം മാനസിക പീഡനമാണ്. കൊള്ളാം. അപ്പോ അത് ഒഴിവാക്കിയപ്പോൾ ആ കുറ്റബോധം കൂടിയാണ് ആ ഗ്യാരേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ഭൗതികമായ വസ്തുക്കൾക്ക് മാത്രമല്ല, നമ്മുടെ മാനസികമായ ഇടങ്ങൾക്കും ബാധകമാക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? തീർച്ചയായും. ഒരുപക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായതും അതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഫോണിലെ ഒരു സോഷ്യൽ മീഡിയ ആപ്പ്. ഈ 3 ചോദ്യങ്ങൾ അതിനോട് ചോദിച്ചു നോക്കൂ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രായോഗികമായ ഉപകാരമുണ്ടോ? അത് നിങ്ങൾക്ക് ശരിക്കും സന്തോഷം നൽകുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നിങ്ങളിൽ അസ്വസ്ഥതയാണോ നിറയ്ക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അനാവശ്യമായ പല ഡിജിറ്റൽ ഭാരങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഒഴിവാക്കാനും പറ്റും. അത് ചിലപ്പോഴൊരു ന്യൂസ് ലെറ്റർ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മാത്രം തരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നതുമാകാം. നിങ്ങളിത് പറയുമ്പോഴെനിക്ക് തോന്നുന്നത്, ഈ ആശയങ്ങളെല്ലാം പുരാതനമായ തത്വചിന്തകളിൽ, പ്രത്യേകിച്ചും പൗരസ്ത്യ ദർശനങ്ങളിലൊക്കെ നൂറ്റാണ്ടുകളായുണ്ട്. ലളിത ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് 21ാം നൂറ്റാണ്ടിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത്രയധികം ആളുകൾ പെട്ടെന്ന് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഇന്നത്തെ ലോകത്ത് ഇതിന്റെ പ്രസക്തി എന്താണ്? 4 പ്രധാന കാരണങ്ങളാണ് ഇതിലെടുത്തു പറയുന്നത്. ഒന്നാമത്തേത് നിങ്ങളിപ്പോൾ പറഞ്ഞ ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. വ്യക്തത, ക്ലാരിറ്റി. ഇന്നത്തെ ലോകം ബഹളങ്ങൾ നിറഞ്ഞതാണ്. പരസ്യങ്ങൾ, വാർത്തകൾ, സോഷ്യൽ മീഡിയ ഫീഡുകൾ, എല്ലായിടത്തു നിന്നും വിവരങ്ങൾ ഒരു വെള്ളച്ചാട്ടം പോലെ നമ്മളിലേക്ക് വരികയാണ്. ഈ ബഹളത്തിനിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. മിനിമലിസം ഈ ബഹളങ്ങളെ കുറച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ കാരണം സ്വാതന്ത്ര്യം, ഫ്രീഡം. പക്ഷെ അവിടെ എനിക്കൊരു സംശയം. പലരും വാദിക്കുന്നത് കേട്ടിട്ടുണ്ട്, കൂടുതൽ സൗകര്യങ്ങളും ഗാഡ്ജറ്റുകളും ഒക്കെ നമ്മളെ കൂടുതൽ സ്വതന്ത്രരാക്കുകയല്ലേ ചെയ്യുന്നത് എന്ന്. ഒരു വാഷിംഗ് മെഷീൻ നമ്മുടെ സമയം ലാഭിക്കുന്നില്ലേ? ഒരു പുതിയ ഫോൺ നമ്മുടെ ജോലികൾ എളുപ്പമാക്കുന്നില്ലേ? നല്ല ചോദ്യമാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വസ്തുക്കൾ തന്നെ നമ്മുടെ യജമാനന്മാരായി മാറുന്നൊരവസ്ഥയുണ്ട്. അവയെ പരിപാലിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സംരക്ഷിക്കാനും നമ്മൾ കൂടുതൽ സമയവും പണവും ഊർജവും ചെലവഴിക്കാൻ തുടങ്ങും. ഒരു വീട് നിറയെ സാധനങ്ങളുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ എത്ര സമയം വേണമെന്ന് ഓർത്തു നോക്കൂ. മിനിമലിസം പറയുന്നത് കുറഞ്ഞ വസ്തുക്കൾ, എന്നാൽ കൂടുതൽ സമയം, കൂടുതൽ ഊർജം, കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യമെന്നാണ്. ആ ഊർജം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കായി, പുതിയ അനുഭവങ്ങൾക്കായി, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനായി ഉപയോഗിക്കാം. ഓഹോ, അപ്പോ ഉപകരണം തരുന്ന സൗകര്യവും അത് പരിപാലിക്കാൻ വേണ്ടി വരുന്ന ഭാരവും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തണം. ശരി, മൂന്നാമത്തെ കാരണത്തിലേക്ക് വരാം. സുസ്ഥിരത, സസ്റ്റൈനബിലിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. തീർച്ചയായും. അനാവശ്യമായ ഉപഭോഗം കുറയ്ക്കുന്നത് അത് നമ്മൾ ഭൂമിയോട് കാണിക്കുന്ന ഒരു കരുണയാണ്. ഈ ഫാസ്റ്റ് ഫാഷന്റെയും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഉൽപ്പന്നങ്ങളുടെയും കാലത്ത് ആവശ്യത്തിന് മാത്രം വാങ്ങുക, ഉള്ളതിനെ നന്നായി ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പാരിസ്ഥിതിക പ്രവർത്തനം കൂടിയാണ്. നമ്മുടെ ഓരോ വാങ്ങലും ഒരു വോട്ടാണ്, അല്ലേ? നമ്മൾ എങ്ങനെയുള്ളൊരു ലോകമാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനമാണത്. ശരിയാണ്. അവസാനമായി പറയുന്ന കാരണം തനിമയാണ്, ഒത്തന്റിസിറ്റി. അതെങ്ങനെയാണ് മിനിമലിസവുമായി ബന്ധപ്പെടുന്നത്? അവിടെയാണ് ഈ ചർച്ചയിൽ പറയുന്ന തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിരോധാഭാസം, അല്ലെങ്കിൽ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന ആശയം വരുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുമെന്നാണ് പൊതുവെ ഒരു ധാരണ. 100 കണക്കിന് സിനിമകൾ, 1000 പാട്ടുകൾ. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഓപ്ഷനുകളുടെ ഒരു ബാഹുല്യം നമ്മളെ തളർത്തും, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും, എടുത്ത തീരുമാനത്തിൽ ഒരു അതൃപ്തിയുണ്ടാക്കും. അത് വളരെ ശരിയാണ്. ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ സിനിമ കാണാനിരുന്ന് ഏത് കാണണമെന്ന് തീരുമാനിക്കാൻ പറ്റാതെ അരമണിക്കൂർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവസാനം ഒന്നും കാണാതെ എഴുന്നേറ്റു പോകുന്ന അനുഭവം എനിക്കുണ്ട്. കൃത്യമായി.
മിനിമലിസം ഈ ഓപ്ഷനുകളുടെ ഭാരം കുറയ്ക്കുന്നു. പരസ്യങ്ങളും സമൂഹവും പറയുന്നതിനനുസരിച്ചല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മൂല്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്താൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. ഏറ്റവും പുതിയ ഫോൺ വാങ്ങുന്നതിലോ ട്രെൻഡിംഗായ ഡ്രസ്സ് ഇടുന്നതിലോ അല്ല കാര്യം, മറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷം കണ്ടെത്താൻ ഇത് സഹായിക്കും. അതാണ് തനിമ. അപ്പോ ഈ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ പറയുന്നതുപോലെ മിനിമലിസം ഒരു ത്യാഗമല്ല, അതൊരു മോചനമാണ്. എന്തൊക്കെയോ ഉപേക്ഷിക്കുന്നു എന്നൊരു ചിന്തയിൽ നിന്ന്, അനാവശ്യമായ ഭാരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് ഇത് നമ്മളെ മാറ്റുന്നു. ഇതെല്ലാം കേട്ട് പ്രചോദനം തോന്നുന്ന ഒരാൾക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു സംശയമുണ്ടാകും. വീട് മുഴുവൻ ഒതുക്കാനും വർഷങ്ങളായി ശേഖരിച്ചു വെച്ചതെല്ലാം മാറ്റാനും ആലോചിക്കുമ്പോൾ തന്നെ ഒരു തരം മടുപ്പ് തോന്നാം. അതിനെങ്ങനെ മറികടക്കാം? ആ മടുപ്പ് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതിന് പകരം വളരെ ചെറിയൊരു ചുവടുവയ്പ്പിൽ നിന്ന് തുടങ്ങാൻ പറയുന്നത്. ഇതിലതിനെ 5 മിനിറ്റ് പരിശീലനം എന്നാണ് വിളിക്കുന്നത്. ആശയം വളരെ ലളിതമാണ്. വലിയ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട. ഒരു അലാറം വെച്ച് വെറും 5 മിനിറ്റ് എടുക്കുക. വെറും 5 മിനിറ്റോ? അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ആ 5 മിനിറ്റിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഇടം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ മേശയുടെ ഒരു ഡ്രായറാകാം, മുറിയിലൊരു കോണാകാം, എവിടെയുമാകാം. എന്നിട്ട് നിങ്ങൾക്കിനി ആവശ്യമില്ലാത്ത ഒരൊറ്റ വസ്തു കണ്ടെത്തുക. ഒരുപക്ഷെ അത് മഷി തീർന്നൊരു പേനയാകാം, പഴയൊരു ബില്ലാകാം, അല്ലെങ്കിൽ പൊട്ടിയൊരു കപ്പ്, എന്തും. എന്നിട്ട് അതതിൻ്റെ ശരിയായ സ്ഥാനത്തേക്ക് മാറ്റുക. ചവറ്റുകുട്ടയിലേക്കോ റീസൈക്ലിംഗ് ബിന്നിലേക്കോ അല്ലെങ്കിൽ ദാനം ചെയ്യാനുള്ള ഒരു ബോക്സിലേക്കോ. അത്രമാത്രം. അപ്പോ ഈ 5 മിനിറ്റ് പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ആ അദൃശ്യമായ ഭാരത്തിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് മാറ്റുന്നതുപോലെയാണ്. അതൊരു തുടക്കം മാത്രമാണ്, അല്ലേ? അതെ, പക്ഷേ അതിൻ്റെ ഒരു മാനസികമായ സ്വാധീനം അത് വലുതാണ്. ആ ഒരു വസ്തു മാറുമ്പോൾ അവിടെയുണ്ടാകുന്ന ആ ചെറിയൊരു ഒഴിവില്ലേ, അത് ശ്രദ്ധിക്കുക. ആ ശൂന്യമായ ഇടത്തിലേക്ക് നോക്കുക. ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള ഒരു ലഘുത്വം അനുഭവിക്കാൻ ശ്രമിക്കുക. ആ ഒരൊറ്റ അനുഭവത്തിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. അത് തരുന്ന ഊർജം ചെറുതല്ല. നാളെ വീണ്ടും ഒരു 5 മിനിറ്റ് എടുത്ത് മറ്റൊന്ന് കണ്ടെത്തുക. ഇങ്ങനെ ചെറിയ ചെറിയ ചുവടുകളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അതൊരു ശീലമായി മാറും. ഇതൊരു വലിയ പ്രോജക്റ്റായി കാണേണ്ട, ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തിയായി കണ്ടാൽ മതി. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, മിനിമലിസം എന്നത് കഠിനമായ നിയമങ്ങളോ അക്കങ്ങളുടെ കളിയോ ഒന്നുമല്ല, മറിച്ച് അതൊരു മനോഭാവമാണ്. ജീവിതത്തിലെ അനാവശ്യമായ ഭൗതികവും മാനസികവുമായ അലങ്കോലങ്ങൾ ബോധപൂർവം ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവയ്ക്ക് കൂടുതൽ ഇടവും സമയവും ഊർജവും നൽകുന്ന ഒരു കലയാണ്. കൃത്യമായി. ആ 3 ലളിതമായ ചോദ്യങ്ങളിലൂടെയും, അതായത് ആവശ്യമുണ്ടോ, ഉപകാരപ്പെടുമോ, സന്തോഷം നൽകുന്നുണ്ടോ, പിന്നെ ആ 5 മിനിറ്റിലെ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെയും ആർക്കും തുടങ്ങാവുന്ന ഒരു മോചനത്തിന്റെ യാത്രയാണിത്. ഓരോരുത്തരുടെയും മിനിമലിസം വ്യത്യസ്തമായിരിക്കും. 100 സാധനങ്ങളുള്ള ആളോ 50 സാധനങ്ങളുള്ള ആളോ അല്ല യഥാർത്ഥ മിനിമലിസ്റ്റ്, മറിച്ച് തന്റെ ജീവിതത്തിന് മൂല്യം നൽകുന്നവ മാത്രം തിരഞ്ഞെടുത്ത് അതിൽ സംതൃപ്തിയോടെ ജീവിക്കുന്നയാളാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. നമ്മൾ ഭൗതികമായ വസ്തുക്കൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദിവസവും പേരുന്ന അദൃശ്യമായ ഭാരം എന്തൊക്കെയാണ്? ഒരുപക്ഷെ കാലഹരണപ്പെട്ട ഒരു വിശ്വാസം, അല്ലെങ്കിൽ സ്ഥിരമായി അലട്ടുന്ന ഒരു ആവലാതി, അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു പഴയ തീരുമാനം. ആ 3 ചോദ്യങ്ങൾ ആവശ്യമുണ്ടോ, ഉപകാരപ്പെടുമോ, സന്തോഷം നൽകുന്നുണ്ടോ നിങ്ങളുടെ മാനസികമായ ഇടത്തിലേക്ക് പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മിനിമലിസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.